Good morning. Good morning, ma'am. Good morning. Morning. നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ഇൻഫർമേഷൻ തന്നിരുന്നോ? ട്യൂസ്ഡേയുടെ ടൈം ടേബിളിൽ ക്ലാസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എന്തായാലും കയറണം. നിങ്ങളുടെ ക്ലാസ് തീരാറായിരിക്കണല്ലേ? കയറണം കേട്ടോ. ഭക്ഷണം കഴിച്ചു എല്ലാവരും? കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ? നോമ്പാണല്ലേ? ആ, നോക്കാം. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തില്ലേ നോമ്പ്? ഇന്നലെയാണോ? പിന്നെ അതെ, ഒരു മാസം എടുക്കുമോ നിങ്ങളെ നോമ്പ് എടുക്കാൻ? ഫുള്ളായിട്ട് എടുക്കും?
ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റാൻ നിങ്ങൾക്ക് ഒരു ബാങ്ക് വിളിക്കുന്ന സമയത്തല്ലേ, വൈകിട്ടല്ലേ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ നിങ്ങൾ? പിന്നെ രാവിലെ എപ്പോഴാണ് അപ്പൊ ഭക്ഷണം? എപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്? എപ്പോഴാണ്? ഏർലി മോർണിംഗ് ആണോ? വെളുപ്പിനാണോ? ജിംകാല് തുടങ്ങി അങ്ങോട്ടേക്ക് പിന്നെ ഒന്നും കഴിക്കില്ല അല്ലെ? പിന്നെ രാവിലെ വൈകിട്ട് വരെ കഴിക്കില്ല അല്ലെ? അപ്പൊ നിങ്ങളുടെ കുട്ടികളൊക്കെ എടുക്കുവോ? ഇങ്ങനെ ഓരോരുത്തർക്കും സമയം വ്യത്യാസം ഉണ്ടാവും അല്ലെ? കുഞ്ഞുങ്ങളൊക്കെ എടുക്കുവോ പോകുമ്പോ? നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ? എടുക്കില്ല. കാലം പക്ഷെ നല്ലതാണ് കേട്ടോ ആരോഗ്യത്തിന്. നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഫാസ്റ്റിംഗ് ആ ഒരു സ്പെസിഫിക് ടൈമിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലം നല്ലതാണ്. ഞങ്ങൾ ഏകാദശിക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ചെയ്യാറുണ്ട്. ഏകാദശി എടുക്കുമ്പോൾ ഇപ്പൊ എടുക്കാറില്ല കേട്ടോ. ഇപ്പൊ ഞാൻ എപ്പോഴും എടുത്തിരുന്നതാണ്. ഇപ്പൊ കുറച്ചാളായിട്ട് എടുക്കാറില്ല. അപ്പൊ തലേ ദിവസം നമ്മള് അരിഭക്ഷണം ഒഴിവാക്കും. പിന്നെ പിറ്റേ ദിവസം ഒന്നും കഴിക്കില്ല. ഫുള്ള് വെള്ളം കുടിച്ചിട്ട് എടുക്കാറുണ്ട്. ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് എടുക്കാറുണ്ട്. പിന്നെ ഒന്നും വെള്ളം പോലും കുടിക്കാതെ എടുക്കാറുണ്ട്. പക്ഷെ അപ്പൊ ഭയങ്കര ടയേർഡാവും നമ്മള്, തലവേദന വരുമ്പോഴാണ്. എന്നിട്ട് പിറ്റേ ദിവസവും ഞങ്ങളത് രാവിലെ ബ്രേക്ക് ചെയ്യും. ഏകാദശി എടുക്കാറുണ്ടോ ബാക്കിയുള്ളവരെ? അറിയാമോ നിങ്ങൾക്ക് ഏകാദശിനെ കുറിച്ച്? നിങ്ങൾ ഒരു ദിവസം ഒരു മാസം എടുക്കുന്ന ഞങ്ങൾ ഒരു ദിവസമൊക്കെ എടുക്കുന്ന കാര്യമാണ് പറഞ്ഞ കേട്ടോ. അതാണ് ഏകാദശി എന്നായിരുന്നു പറയുന്നത്. ഫാസ്റ്റിംഗ് തന്നെയാണ് രണ്ടും. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മള് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസിലെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ 4 പോയിന്റ്സ് പറഞ്ഞല്ലോ. 4 പറഞ്ഞില്ലേ? ഒന്നുകൂടി നോക്കാം. To promote awareness of health care among all sections of the people. To promote awareness among functionaries included in health and hospital management. To encourage research in the field of health and hospital management to make better the efficiency of healthcare delivery systems. Then to encourage the development of high quality hospital service and community health care. ഇവിടെ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് തുടങ്ങുന്നത് ഏതാണ്? To encourage a meeting for exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies, and the public for the improvement of hospital and healthcare delivery systems. Okay. ഇവിടെ എന്താ പറയുന്നത്? എൻകറേജ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മളെ ഹെൽത്ത് മേഖലയിലുള്ള ഹോസ്പിറ്റൽ പ്ലാനേഴ്സ് അല്ലെങ്കിൽ അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ വർക്ക് ചെയ്യുന്ന മറ്റ്, അതായത് ഹെൽത്ത് കെയർ ഡെലിവറി മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ്, അതായത് നമ്മൾ എല്ലാ മാസവും, ഇവിടെ മന്ത് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുള്ള, എല്ലാ മാസവും എങ്കിലും എന്താണ് നമ്മൾ ഇവരെല്ലാവരും കൂടി ചേർന്ന്, അതായത് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് ഇവിടെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ആരൊക്കെയാണ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ആര്? ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അക്കാദമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും കൂടി എന്താണ് പബ്ലിക്കിനോട് കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്ന തരത്തിലുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, മീറ്റിംഗുകൾ സംഘടിപ്പിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന സമയത്ത് എന്താണ് അവരുടെ എല്ലാം പല പല ഐഡിയാസുകൾ അവിടെ എന്താണ് ചർച്ച ചെയ്യപ്പെടും അല്ലെ? അപ്പൊ ഹെൽത്ത് കെയർ മേഖലയിലെ എല്ലാ ഇംപ്രൂവ്മെന്റ്സിനും വേണ്ടിയിട്ട് എന്താണ് ഇത്തരം ആൾക്കാര് ഈ ഒരു ഡിസ്കഷൻ നടത്തുക, ഈ ഒരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പല പല അഭിപ്രായങ്ങൾ എത്തിച്ചേർന്ന് എന്താണ്
നല്ല ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പല രീതിയിൽ ഇംപ്രൂവ്മെന്റ്സിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാത്തരം അഭിപ്രായങ്ങളും അവിടെ ആ മീറ്റിംഗിൽ അവിടെ ചർച്ച ചെയ്യപ്പെടും. ഓക്കെ, യെസ്. അപ്പൊ അത് നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ് എന്താ അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനാൽ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ് മുതൽ അല്ലെങ്കിൽ മറ്റ് സാനിറ്ററി ബോഡീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും തമ്മിൽ എന്താണ് ഒരു മീറ്റിംഗ്സ് അറേഞ്ച് ചെയ്യുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes. Next one, to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of healthcare in the community. To evolve norms and standards for accreditation. എന്താണ് accreditation എന്ന് പറയുന്നത്? Accreditation, നമ്മൾ accreditation കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അക്രഡിറ്റേഷൻസ് കൊടുക്കുന്ന എപ്പോഴാണ്? ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവാലുവേഷൻ അതായത് ഹെൽത്ത് കെയർ മേഖലകളുമായിട്ട് എന്താണ് കുറെ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മേഖല അതായത് ആ ഒരു ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്തുണ്ടായിരിക്കും? കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ച് റെഗുലേഷൻസോ അല്ലെങ്കിൽ പോളിസീസോ പ്രൊസീജിയേഴ്സോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ പോളിസീസുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കി ഒരുക്കുന്ന സ്റ്റാൻഡേർഡ് പോളിസീസ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിനെ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അതിനെ ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പൊ ആ ഇവാലുവേഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ തിരിച്ചറിയാൻ പറ്റും? അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ, കൊടുക്കുന്ന സേവനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തിരിച്ചറിയാനും കൂടുതൽ പരിഹാരങ്ങൾ അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കാനൊക്കെ ഈ ഇവാലുവേഷൻ വഴി നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നിരന്തരമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഏത് മേഖലയിൽ ഉണ്ടായിരിക്കണം? ഹെൽത്ത് കെയർ മേഖലയിൽ. പ്രത്യേകിച്ച് ഹെൽത്ത് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, മനസ്സിലായോ? വളരെ ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാം ടീച്ചർ. ഇവാലുവേഷൻ നടത്തുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യത്തിന്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് എപ്പോഴാണ്? ഇതിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എത്രത്തോളം മികച്ചതാണ് അല്ലെങ്കിൽ ഇതിൽ പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേഷൻസ് നടത്തുന്നത്. ഈ ഇവാലുവേഷന്റെ ഭാഗമായിട്ട് പോരായ്മകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ആ പോരായ്മകൾ നികത്താനുള്ള മെഷേഴ്സ് അവിടെ സ്വീകരിക്കും. നികത്തുന്നതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് അവിടെ സഹായിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വിവിധ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ഇവാലുവേഷൻ നടത്തിയാൽ മാത്രം മികച്ച പെർഫോം കാഴ്ചവെക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, then to provide opportunities for training and research in all sides of hospital service, healthcare delivery system and healthcare administration. To provide opportunities for training and research. ഇവിടെ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്? ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഏത് മേഖലയിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ സർവീസസിൽ, അതായത് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻസിലും വർക്ക് ചെയ്യുന്നവർക്ക് തമ്മിലാണ് അവർക്ക് എന്താണ് ആവശ്യത്തിലധികം ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ എന്താണ് പല രീതിയിലുള്ള ട്രെയിനിങ്സിനും അല്ലെങ്കിൽ പല ഗവേഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് ഹോസ്പിറ്റൽ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ഡെലിവറി സർവീസസിലും ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ സർവീസസിലും എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിശീലനങ്ങൾ ചെയ്യാനും ഗവേഷണം നടത്താനുള്ള എല്ലാത്തരം ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, then to renovate the knowledge and skill of the health and hospital administrators and other personnel included in the management of healthcare organizations by way of continuous education and research. To renovate the knowledge and skill of health and hospital administrators.
നമുക്കറിയാം ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് പേഴ്സണൽസിനെ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ജോലി നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിനാൽ തന്നെ എന്താണ്, അവരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ, ആവശ്യമല്ലേ? അതായത് അവരുടെ സ്കില്ലുകൾ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്താണ് നോളജ് അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായോ? ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അല്ലെങ്കിൽ അതർ പേഴ്സണൽസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ഏതൊരു വ്യക്തികൾക്കും എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പ്രൊവൈഡ് ചെയ്യുക. അതായത് അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അവർക്ക് ഇത്തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ് ഉണ്ടാവുന്നത്? ആരോഗ്യ മേഖലയ്ക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. കാരണം സ്കില്ലും നോളജും വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ പുത്തൻ പ്രവണതകളും കണ്ടെത്തലുകളൊക്കെ കൊണ്ടുവരാനായിട്ട് ഇത്തരം സ്കിൽ അല്ലെങ്കിൽ പല പല ട്രെയിനിങ്സ് കൊടുക്കുന്നതോടും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടും ഓരോ ആരോഗ്യ വ്യക്തികൾക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അത് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ അവർക്കുള്ള സ്കില്ലിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള എല്ലാത്തരം ട്രെയിനിങ്സും അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? Yes. Then to encourage and grant recognition to research in the field of health and hospital management and to accord awards, scholarship and assistance in other suitable forms of deserving individuals and institutions. To encourage and grant recognitions. എന്താണ് grant recognitions എന്ന് പറയുന്നത്? അതായത് ഈ റിസർച്ച് മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ റിസർച്ച് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് അല്ലെ, അതായത് ചിലവർ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ടാവും അല്ലെ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് നൽകേണ്ടതാണ്? എന്താണ് നൽകേണ്ടത്? എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും റെക്കഗ്നേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ എൻകറേജ് ചെയ്യാം. ഈ എൻകറേജ് ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കഗ്നേഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കുന്നത്? അവാർഡുകൾ കൊടുക്കുന്നത് അല്ലെ. അവാർഡ്സുകൾ, അതേപോലെ സ്കോളർഷിപ്പ്, മറ്റ് അസിസ്റ്റൻസ് എല്ലാം തന്നെ അതായത് ഡിസർവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് മാത്രം. ഓക്കെ, അത് അർഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രം നമ്മൾ എന്ത് കൊടുക്കുക? ഈ ഒരു മേഖലയിൽ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കേണ്ടതാണ്? അവാർഡ്സുകൾ, സ്കോളർഷിപ്പ് മുതലായിട്ടുള്ള എല്ലാത്തരം അസിസ്റ്റൻസുകൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, മനസ്സിലായോ? പ്രത്യേകിച്ച് റിസർച്ച് ഫീൽഡിലുള്ള വ്യക്തികൾ പുതിയ പുതിയ കണ്ടെത്തലൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ, പുതിയ ട്രെൻഡ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക്, അതായത് അർഹരായ വ്യക്തികൾക്ക് മാത്രം നമ്മൾ എന്ത് കൊടുക്കണം? അവാർഡ്സ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? Okay. Then to function as an advisory consultative body. To function as an advisor or consultative body in the best interest of community and country to central and state governments, public sector undertakings, healthcare delivery organization, public health and health system development, teaching and training organization, and any other health related associated organization when needs or emergencies or services are demanded for. Okay, ഇവിടെ എന്താ പറയുന്നത്? To function as a advisory അല്ലെങ്കിൽ ഒരു കൺസൾട്ടേറ്റീവ് ബോഡി ആയിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വൈസറി ബോർഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മൾ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് കൺസൾട്ടേറ്റീവ് എന്നൊക്കെ, ഒരു കൺസൾട്ടൻസി എന്നൊക്കെ പറയുന്നത് എന്തിനാണ് നമ്മൾ? അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഉപദേശക സമിതി എന്ന് പറയും നമ്മൾ അല്ലെ. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ ഏതിനെ കുറിച്ചുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെ കുറിച്ചുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു വിഭാഗം എന്തായിട്ട് പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്? ഒരു അഡ്വൈസറി ബോർഡായിട്ട്. അതായത് എന്തിന്റെയൊക്കെ അഡ്വൈസറി ബോർഡായിട്ടാണ്? കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രിയുടെ അല്ലെങ്കിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷന്റെ, പബ്ലിക് ഹെൽത്ത് ആൻഡ്
ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റിന്റെ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ മുതലായ എല്ലാത്തരം റിലേറ്റ് ചെയ്തിരിക്കുന്ന അസോസിയേഷന്റെയും ഒരു അഡ്വൈസറി ബോർഡ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേറ്റീവ് ബോഡിയായിട്ട്, അതായത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസറി ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ എല്ലാ അസോസിയേഷൻസിനും ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ള എല്ലാത്തരം അഡ്വൈസുകൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ കൊടുക്കുക, ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, സോറി ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ അത്? Yes. Then health prepares SOPs, manuals, literature and books on healthcare management, quality and accreditation, health technology, healthcare industry related subject, textbooks for health management courses for benefit of the students and faculty, hospital and healthcare organization and academic institutions. ഇനി ഇവിടെ നമ്മൾ SOPs പ്രിപ്പയർ ചെയ്യാനായിട്ട്, SOP എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? SOPs എന്താണ്? SOPs സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനും ഹെൽത്ത് മേഖലയിലെ മാനുവൽസ് തയ്യാറാക്കുന്നതിനും അല്ലെങ്കിൽ ലിറ്ററേച്ചേഴ്സ്, ബുക്സ്, അതായത് ഹെൽത്ത് കെയർ മേഖലയിൽ വരുന്ന എല്ലാത്തരം ബുക്സ് പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അക്രഡിറ്റേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹെൽത്ത് കെയർ ടെക്നോളജിയുടെ, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി റിലേറ്റഡ് സബ്ജക്ട്, ടെക്സ്റ്റ് ബുക്കുകൾ, അതായത് നമ്മൾ ഹെൽത്ത് കോഴ്സ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റിന്റെ കോഴ്സ് പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട്. അതേപോലെ തന്നെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും, അതായത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ബുക്ക് പബ്ലിക്കേഷൻസ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം SOPs അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മുതൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉള്ള എല്ലാത്തരം പ്രിപ്പറേഷൻസും തയ്യാറാക്കുന്നതും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരു മിനിറ്റ് കേട്ടോ, തുറക്കാം ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? SOPs, മാനുവൽസ് മുതലായിട്ടുള്ള എല്ലാത്തരം പുസ്തകങ്ങളാണെങ്കിലും മറ്റു പബ്ലിക്കേഷൻസ് ആണെങ്കിലും എന്താണ്, ഇവ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സഹായങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടെക്നോളജിയിലെ എന്തെങ്കിലും റിലേറ്റഡ് സബ്ജക്ട്സിന്റെ പുസ്തകങ്ങളോ മറ്റു ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ നമ്മൾ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന എല്ലാത്തരം
പബ്ലിക്കേഷൻസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ എന്നിവ തയ്യാറാക്കാനായിട്ട് അവരെ നമ്മൾ സഹായിക്കുക. ആരാണ് സഹായിക്കേണ്ടത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് ആണ് കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാത്തരം സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ചെയ്യേണ്ടത്. ഓക്കെ, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ മുതൽ അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള എല്ലാ ബുക്കുകളും പബ്ലിഷ് ചെയ്യുന്നതിന് വരെ എന്താണ് അതിനെയൊക്കെ അവർ അസിസ്റ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് അതിനൊരു സഹായം എന്നോളം പ്രവർത്തിക്കുന്നതും ആരാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ അത്? യെസ്. Next one, to tackle professional consultancy in the field of health system management, quality and accreditation, health technology assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and service for overall improvement of the facilities. ഇനി എന്താണ് പ്രൊഫഷണൽ കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കാന്നൊക്കെ പറയുന്നത്? നമ്മള് പ്രൊഫഷണൽ കൺസൾട്ടൻസി എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ അക്രിഡേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി അല്ലെങ്കിൽ അതിലെ ഓർഗനൈസേഷൻസ്, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആൻഡ് സർവീസ് ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. അതായത് ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റ്, മെഡിക്കൽ ടൂറിസം മുതലായ ഇപ്പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസിന്റെയും ഒരു കൺസൾട്ടൻസി ആയിട്ട്, അതായത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നതിനുള്ള ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് ആണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഒരു പോയിന്റ് കൂടിയാണ് ഈ പറഞ്ഞ എല്ലാത്തരം പ്രൊഫഷണൽ ഏജൻസീസിന്റെ ഓർഗനൈസേഷൻസിലേക്ക് ഒരു കൺസൾട്ടൻസി, അതായത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, നമ്മൾ നേരത്തെ അഡ്വൈസറി ബോർഡ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാത്തരം ഇൻഫോർമേഷൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താണ് കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കും. പ്രൊഫഷണൽ കൺസൾട്ടൻസി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാത്തരം മികച്ച സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഒരു മികച്ച കൺസൾട്ടൻസി ആയിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയില്ലേ പിള്ളേരെ? അറിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ, ക്ലിയർ ആയില്ലെങ്കിൽ. Then to conduct inter-hospital or institution award competition on different parameters to bring competitiveness for enhancing healthcare quality and training. എന്താ പറയുന്നത്? To conduct inter-hospital or institution awards competition on different parameters to bring competitiveness for enhancing healthcare quality and training. എന്താ പറയുന്നത്? അതിനോട് ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? മത്സരമാണ് അല്ലെ. അതായത് ഏത് മേഖലയിലാണ് നമ്മുടെ മത്സരം നടത്താൻ ആഗ്രഹിക്കുന്നത്? അതായത് ആരോഗ്യ സംരക്ഷണ നിലവാരവും അതിന്റെ പരിശീലനമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടുന്നതിനും വേണ്ടിയിട്ട് എന്താണ് നമ്മൾ വ്യത്യസ്ത മാനദണ്ഡങ്ങളുള്ള ആശുപത്രി അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവാർഡ് മത്സരങ്ങൾ സംഘടിപ്പിക്കുക. അപ്പൊ ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഹെൽത്ത് മേഖലയിലും പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ വീടിനടുത്ത് തന്നെ പല പല ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ. പ്രൈവറ്റ് ആയിട്ട് പല ഹോസ്പിറ്റൽസ് ഇല്ലേ, പല പേരിലുള്ള ഹോസ്പിറ്റൽ, വലുതും ചെറുതുമായിട്ട് പല പല ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോ ഇവർ ഒരാളിൽ നിന്ന് മികച്ചായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് അവരവിടെ മത്സരിക്കുന്നത്. അതായത് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഓരോ ഹോസ്പിറ്റലും അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഓരോ ഹോസ്പിറ്റലിന്റെ ഇടയിൽ എന്ത് നടപ്പുണ്ട്? ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരം നടക്കുന്നുണ്ട് അല്ലെ. അതായത് ഹെൽത്ത് കെയർ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടുവരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എന്താണ്
ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ചിലപ്പോൾ ചില ഹോസ്പിറ്റലിൽ മുന്നിട്ട് നിൽക്കുന്ന എന്തിനു വേണ്ടിയായിരിക്കും, അവിടെ നല്ല ഡോക്ടേഴ്സ് മാത്രമല്ല, നല്ല ഡോക്ടേഴ്സിന് നല്ല ട്രീറ്റ്മെന്റ് ആയിരിക്കും. ചില ഹോസ്പിറ്റൽ എന്താണ്, അവിടുത്തെ ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും അല്ലെ, ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും, അതിലായിരിക്കും അവർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഓരോ ഹോസ്പിറ്റലും ഡിഫറെന്റ് ആസ്പെക്ട്സിലായിരിക്കും. അതാണ് ഇവിടെ പാരാമീറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. എന്താണ്, ഓരോ ഹോസ്പിറ്റലിൽ എന്താണ് പല രീതിയിലുള്ള സൗകര്യങ്ങളും അല്ലെങ്കിൽ പല പല ആസ്പെക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ്, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ എന്താണ് ഒരു കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ട് അതിൽ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും, അവാർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ. മികച്ച ഹോസ്പിറ്റൽ എന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഇവാലുവേഷൻസിലൂടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോമ്പറ്റീഷനിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും നല്ല കെയറും ഏറ്റവും നല്ല പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുന്ന തരത്തിലുള്ള കെയറും മറ്റെല്ലാ ഫെസിലിറ്റീസ്, മെഡിക്കൽ ആണെങ്കിലും നോൺ മെഡിക്കൽ ആണെങ്കിലും എല്ലാ തരത്തിലും ഫെസിലിറ്റീസിലും ഏറ്റവും ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് മാത്രം നമ്മൾ എന്ത് കൊടുക്കുള്ളൂ, അവാർഡുകൾ കൊടുക്കുള്ളൂ അല്ലെ. അല്ലാതെ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അവാർഡുകൾ കൊടുക്കുമോ, ഇല്ല അല്ലെ. യെസ്. അപ്പോ നമ്മൾ ഈ കോമ്പറ്റീഷൻ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ആരോഗ്യ സംരക്ഷണ നിലവാരവും പരിശീലനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഈ അവാർഡ്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ അത് വാങ്ങാനായിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ മത്സരിക്കാൻ മറ്റൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് അവർ കൂടുതൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും അല്ലെ. അങ്ങനെയല്ലേ നമ്മുടെ കോമ്പറ്റീഷൻസ് വരുന്നത്. നമ്മുടെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത് മറ്റൊരാളെക്കാളും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അല്ലെ പിള്ളേരെ, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ നമ്മളിവിടെ അവാർഡ് കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റ് ചെയ്ത് വരുന്ന അവാർഡ് കോമ്പറ്റീഷൻസിന് അതായത് ഹെൽത്ത് കെയർ മേഖലയിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ആരോഗ്യ സംരക്ഷണ നിലവാരവും പരിശീലനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ അങ്ങനെ അവാർഡ്സ് കോമ്പറ്റീഷൻ പ്രോഗ്രാംസുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. മനസ്സിലായോ? Yes. Then to realize and make facility to individuals who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. To realize and make facility to individuals who have made extraordinary and significant contributions. നമുക്ക് ഹെൽത്ത് മേഖലയില് പലവിധ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പല ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരേപോലെയുള്ള സേവനങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാവരുടെയും പെർഫോമൻസ് ഒരേപോലെ ആയിരിക്കോ? അല്ല, വ്യത്യസ്തമായിരിക്കും. ഇവിടെ എക്സ്ട്രാ ഓർഡിനറി കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത്, ക്യാമറ ഓഫ് ആണെങ്കിൽ പറയണോ കേട്ടോ, അതായിരിക്കുന്നേ. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്ട്രാ ഓർഡിനറി അടിപൊളി. നമ്മൾ നോർമൽ ആയിട്ടാണോ കൊടുക്കുന്നത് അവിടെ കോൺട്രിബ്യൂഷൻസ് ആണോ, നോർമൽ ആയിട്ടാണോ? ആരോഗ്യ ആശുപത്രി മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലെ. അതായത് ഹെൽത്ത് കെയർ മേഖലയിലെ ഏറ്റവും മികച്ച സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഹെൽത്ത് കെയർ മേഖല അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തിരിച്ചറിയും, അവർക്ക് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്, എന്ത് ചെയ്തു കൊടുക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയാനും അവരെ അംഗീകരിക്കാനും അവരെ ആദരിക്കാനുമുള്ള ആ ഒരു മെന്റാലിറ്റി നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഹെൽത്ത് മേഖലയിലെ ഏറ്റവും മികച്ച സംഭാവനകൾ കാഴ്ചവെക്കുന്ന വ്യക്തികളെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ഓക്കെ, എല്ലാവരും ഒരേപോലെ പെർഫോം ചെയ്യുന്നവരായിരിക്കില്ല ആരോഗ്യ മേഖലയിലുള്ളത്. പക്ഷെ എന്താണ്, ഏറ്റവും ആത്മാർത്ഥയോടുകൂടി അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ളവർ വ്യക്തമായിട്ട് തിരിച്ചറിയും, അവർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അതും
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഒരിക്കലും നമ്മൾ ഇത്തരം വർക്കുകൾ ചെയ്തിട്ട് അവർ അംഗീകരിക്കാതിരിക്കുമ്പോൾ അത് ഏറ്റവും മോശമായ ഒരു പ്രവണതയാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് കാണാൻ പറ്റും അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രാക്ടിക്കലി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയും, അവർക്ക് വേണ്ടുള്ള എല്ലാ റെക്കഗ്നേഷൻസും എല്ലാ തരത്തിലുള്ള ആദരവും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സൗകര്യങ്ങളും നമ്മൾ എന്തിൽ അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കും. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള അവാർഡ് ദാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അവർ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻസ് ആണ് കേട്ടോ. ഇതിന് ടീച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ടിക്ക് ചെയ്ത് തരാം, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, എല്ലാം പഠിച്ചെടുക്കണ്ട, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ ടിക്ക് ചെയ്ത് തരാം, അത് നോട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വൺ ടിക്ക് ചെയ്തോളൂ. ഫസ്റ്റ് വൺ ഇന്നലെ ടീച്ചർ പറഞ്ഞാണോ ടിക്ക് ചെയ്യാൻ? ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്യാം. ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ അമംഗ് ഓൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ. ടിക്ക് ചെയ്യാം. തേർഡ് പോയിന്റ് ടിക്ക് ചെയ്യാം കേട്ടോ. ടു എൻകറേജ് research in the field of health and hospital management to make better the efficiency of healthcare delivery system. മൂന്നാമത്തെ പോയിന്റ് ടിക്ക് ചെയ്യാം. Then seventh point, to provide opportunities for training and research in all sides of hospital service, healthcare delivery system and healthcare administration. Seventh point ഇടിക്കുക. Then seventh eighth വേണം കേട്ടോ. നമ്മുടെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ സ്കിൽസും നോളജും വർദ്ധിപ്പിക്കുന്നതിനുള്ള എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ, അത് എട്ടാമത്തെ പോയിന്റ്. സെവൻത്തും എയ്ത്തും ടിക്ക് ചെയ്യാം. നമ്മളിപ്പോ പഠിച്ച ലാസ്റ്റ് പോയിന്റ്, to revise and make facility to individuals who had made extraordinary significant contributions. ലാസ്റ്റ് പഠിച്ച പോയിന്റ് ടിക്ക് ചെയ്യാം. Then ഇത് to function as an advisory board അല്ലെങ്കിൽ consultative board ആണ് ആ ഒരു പോയിന്റ് കേട്ടോ. പത്താമത്തെ പോയിന്റ് ഫംഗ്ഷൻ ആസ് അഡ്വൈസറി പോയിന്റ്. ഇത്രയും പോയിന്റ്സുകൾ നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാലും മതി. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും ആൻസർ ആയിട്ട് എങ്ങനെയാണ്. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇന്നാളെ കിട്ടുള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊരു വല്ലാത്തൊരു ചാപ്റ്റർ ആണ്, അപ്പൊ ബുദ്ധിമുട്ടാണ്. അത്രയും പോയിന്റ്സ് പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. Indicators for measuring impact of healthcare administrations. അതായത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ സ്വാധീനിക്കുന്ന, അതിനെ സ്വാധീനം അളക്കുന്നതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ഇതേപോലെ പല ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പം ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ പഠിച്ചിട്ടുണ്ട്. അതായത് കാഷ്വാലിറ്റി റൂമിന്റെ ഒരു ക്വാളിറ്റി നിർണ്ണയിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ്? ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന സൂചകങ്ങളാണ് അല്ലെങ്കിൽ അതിനെ ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ത് ഇൻഡിക്കേറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് കെയർ മേഖലയിൽ ഇമ്പാക്ട് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സൂചകങ്ങളാണ്, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയണോ? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ
ആ ഒരു ഹെൽത്ത് ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി അതിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത് സൂചകങ്ങൾ. അത് ഏതൊക്കെ സൂചകങ്ങളാണ്, ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഹെഡിങ് മനസ്സിലായോ പറഞ്ഞത്? Okay. Health indicators are calculable characteristics of a population which researchers use as supporting evidence for explaining of health of a population. Normally, researchers will use survey methodology to collect information about a population sample. Use statistics to generalize information gathered to the total population and then use the statistical analysis to make a statement about the health to the population. Okay, അപ്പൊ നമ്മൾ ഇത് എങ്ങനെയായിരിക്കും മെഷർ ചെയ്യാൻ പോകുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത്? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ മേഖലയിലെ ഇത്തരത്തിൽ അതിന്റെ ആ ഒരു മെഷർമെന്റ് അളക്കുന്നത്, അല്ലെ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മെഷർമെന്റ് അളക്കാൻ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകം എന്ന് പറയുന്ന മെയിൻ എന്താണ്? പോപ്പുലേഷൻ, അല്ലെ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഒരു സപ്പോർട്ടിങ് എവിഡൻസ് എന്ന് പറയുന്നത്. ഈ ജനസംഖ്യ, അതായത് പോപ്പുലേഷന്റെ ആ ഒരു നിരക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു എന്താണ് അതിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട, അതായത് ഈ ഹെൽത്ത് കെയർ മേഖലയുടെ അഡ്മിനിസ്ട്രേഷന്റെ മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും വലിയൊരു എവിഡൻസ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ, ഹെൽത്ത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നോർമലി എല്ലാ റിസർച്ചർമാരും ഇത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണെന്ത്? സർവേ മെത്തഡോളജി, അല്ലെ? സർവേ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവേ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെ? സർവേ കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാല് നമ്മള് ഓരോ ജനങ്ങളുടെയും ഇടയിലും ചെന്നെന്താണ് സാമ്പിളുകൾ കളക്ട് ചെയ്ത് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ നേരിട്ട്. സർവേ മെത്തേഡ് അറിയില്ലേ നമുക്ക്? ചോദ്യങ്ങളിലൂടെ സർവേ മെത്തേഡ് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യനെയറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ആ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? യെസ്, അതായത് നമ്മൾ ഈ ക്വസ്റ്റ്യനെയറിൽ എല്ലാവരും എന്താണ് യെസ് ഓർ നോ ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പല രീതിയിൽ സർവേ മെത്തേഡ്സിൽ ക്വസ്റ്റ്യനെയർ വരാറുണ്ട്, അല്ലെ? അപ്പൊ അതിന് പല പല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തികളും എന്താണ് അതിന്റെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തും. ആ ഉത്തരങ്ങളുടെ രേഖപ്പെടുത്തുന്നതിനനുസരിച്ചിട്ട് ആ കിട്ടിയ ഉത്തരങ്ങളുടെ ആ ഒരു വാല്യൂ അനുസരിച്ചിട്ട്, അതിന്റെ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെൽത്ത് കെയർ മേഖലയിലെ ആ ഒരു മെഷർമെന്റ് കണക്കാക്കുന്നത്, അല്ലെ? മൊത്തത്തില് നമ്മളത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആണ്, അല്ലെ? അതായത് മൊത്തം ടോട്ടൽ പോപ്പുലേഷനിൽ നിന്നുള്ള ആ ഒരു എന്താ പറയാ ടോട്ടൽ പോപ്പുലേഷനാണ് നമ്മൾ ആ സർവേ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അനലൈസ് ചെയ്യുന്നത്. ആ അനാലിസിസിലൂടെ നമ്മൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിച്ചേരും. അതായത് ഹെൽത്ത് കെയർ മേഖല എത്രത്തോളം എന്താണ് അതിനെ മെഷർ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് എന്താ? ജനസംഖ്യ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ മെത്തഡോളജി എന്നൊരു സർവേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടെത്തുന്നു? ഹെൽത്ത് കെയർ മേഖലയിലെ മെഷർമെന്റ്സ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, മൊത്തം ടോട്ടൽ പോപ്പുലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് നടത്തുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? സർവേ മെത്തേഡ്സ് ആണ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. എന്നിട്ട് ഈ സർവേ കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതൊന്ന് ലാസ്റ്റ് ജനറലൈസ് ചെയ്യുന്നത്, അല്ലെ? എത്രത്തോളം ആണ് ഇത് മെഷർ ചെയ്യുന്നത് എന്താണ്? ഈ സർവേയുടെ അവസാന ഘട്ടത്തിലാണ് അതിന്റെ മെഷർമെന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓരോ വ്യക്തികൾ ഏതൊക്കെ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ മേഖലയിൽ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് റിയലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് ലഭിക്കുന്നത് എന്തിലൂടെയാണ്? ഈ ഒരു സർവേ മെത്തേഡിലൂടെയാണ് നമുക്കത് ലഭിക്കുന്നത്, കേട്ടോ? യെസ്. അപ്പൊ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു സൂചകം എന്ന നിലയിൽ ഏറ്റവും മെഷർ ചെയ്യാൻ പറ്റുന്ന മെയിൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ആണ്. ഓക്കെ, then health indicators are often used by governments to guide healthcare policy or make goals for improving population's health. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? Health indicators are often used by governments to guide healthcare policy or to make goal for improving population health. അതായത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, നമ്മളെ ഈ സൂചകങ്ങള് ഓൾറെഡി ഈ സൂചകങ്ങളെയാണ് നമ്മളൊരു ഗൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഗൈഡ് ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡ് എന്ന് പറയുന്നത് എന്താണ്? മാർഗനിർദ്ദേശങ്ങൾ, അല്ലെ? ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ്?
നമ്മുടെ ഈ സൂചകങ്ങളിൽ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമുക്ക് ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതിനനുസരിച്ച് എന്താണ് ഹെൽത്ത് മേഖലയിൽ ഏറ്റവും മികച്ച സേവനങ്ങളോ അല്ലെങ്കിൽ ഫെസിലിറ്റീസോ എടുക്കാനായിട്ട് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ പോളിസി ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ പോളിസികളൊക്കെ തയ്യാറാക്കപ്പെടുന്നത് കേട്ടോ. അപ്പോ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഗവൺമെന്റ്സ് ഒരു ഗൈഡ് ആയിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. അതനുസരിച്ചിട്ടാണ് പോപ്പുലേഷൻ ഹെൽത്തില് അതിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞ എന്താണ് ഏറ്റവും നല്ലൊരു മികച്ച ആരോഗ്യമുള്ള ജനസംഖ്യയെ കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കുറെ പറഞ്ഞു. അപ്പൊ ഈ സൂചകങ്ങളുടെ പ്രത്യേകത എന്തായിരിക്കും, ഇത് എങ്ങനെയുള്ള സൂചകങ്ങളായിരിക്കണം, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കണം അല്ലെ, എങ്ങനെ ഏതൊക്കെ സവിശേഷതകളുള്ള സൂചകങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പിടികിട്ടിയോ? ഓക്കെ, യെസ്. ഇനി പറയുന്ന ഈ ഒരു പോയിന്റ്സുകൾ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മള് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന് മെഷർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ആ സൂചകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയുള്ളതായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ജസ്റ്റ് അതിന് മുമ്പ് ഒരു പാരഗ്രാഫ് ഉണ്ട്. എ ഹെൽത്ത് ഇൻഡിക്കേറ്റർ വിച്ച് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ global health must have the following characteristics. Okay, yes, health indicators which will be used internationally to explain global health must have the following characteristics. എന്താ പറയുന്നത് അവിടെ? യെസ്, ഇപ്പൊ നമ്മള് ഈ പറയുന്ന സൂചകങ്ങൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ പറയാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം തന്നെ എന്താണ് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്റർനാഷണലി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ സൂചകങ്ങളുടെ കാറ്റഗറീസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ആഗോളമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന, അതായത് മൊത്തത്തിലുള്ള എല്ലാ ജനസംഖ്യയുടെ ഹെൽത്ത് മേഖലയിലും എല്ലാത്തരം വിശകലനങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി പറയുന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ഇൻഡിക്കേറ്ററുകളാണ് കേട്ടോ. ഇത് നമ്മൾ ഗ്ലോബൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു രാജ്യത്തിന് മാത്രം, ഒരു സ്റ്റേറ്റിന് മാത്രം അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇത് ഗ്ലോബൽ ആഗോളമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഈ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഹെൽത്ത് കെയർ മേഖലയിലെ മെഷർമെന്റ്സുകൾ കണ്ടെത്തുന്നത് കേട്ടോ. യെസ്, അപ്പൊ ഇനി പറയുന്ന രീതിയിലുള്ള സവിശേഷതകൾ ഇതിന് ഉണ്ടായിരിക്കും. ആദ്യത്തെ സവിശേഷത എന്താണ്? ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗോഫഡ് എന്നാണ് എടുക്കുന്നത്. ഗോവഡ് യൂണിഫോംലി ആൻഡ് ഇന്റർനാഷണലി. എങ്ങനെയാണ് കിടക്കുന്നത്? ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ ടെക്സ്റ്റില്? ഗോവഡ് മീൻസ് അളക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഗോവഡ് മീൻസ് അളക്കുക എന്നുള്ള മീനിങ്. അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ എന്താ പറയുന്നത്? It must be explained in such a way that can be caught uniformly and internationally. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇന്റർനാഷണൽ തലത്തിൽ ആഗോളാന്തരമായിട്ട് അല്ലെങ്കിൽ അന്തർദേശീയമായിട്ട് നമുക്ക് ഒരേപോലെ അളക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഇത് തയ്യാറാക്കേണ്ടത്. ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് തയ്യാറാക്കുന്ന സമയത്ത് എന്താ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മള് ടോട്ടൽ പോപ്പുലേഷന്റെ കണക്കുകളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ പോപ്പുലേഷൻസും മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് മൊത്തത്തിൽ അളക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്താ ഇത് തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഫോർമാറ്റും ഇക്വേഷൻസും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് അതിനു വേണ്ടി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫോർമുലാസ് ഉണ്ടാക്കാൻ പറ്റില്ല. മൊത്തത്തിൽ അതിനെ എന്താണ് അളക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് തയ്യാറാകുന്നത്. അതാണ് അതിന്റെ ഫസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ തലത്തില് ഒരേപോലെ അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം അത് തയ്യാറാക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? Then it must have statistical validity. It must have statistical validity. എന്താണ് statistical validity എന്ന് പറയുന്നത്? വാലിഡിറ്റി എന്താ പിള്ളേരെ? വാലിഡിറ്റി എന്താണ്? നമ്മൾ അളക്കുന്ന റിസൾട്ടുകൾ എങ്ങനെയുള്ളതായിരിക്കണം?
നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന റിസൾട്ടുകള് എങ്ങനെയുള്ളതായിരിക്കണം? കൃത്യവും വിശ്വസനീയമാകുന്ന രീതിയിലുള്ള ഡാറ്റാസ് ആയിരിക്കും അല്ലെ. നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസിനും എന്തുണ്ടായിരിക്കണം? വാലിഡിറ്റി ഉണ്ടായിരിക്കണം അല്ലെ. അതായത് കൃത്യവും വിശ്വസനീയമായിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കണം നമ്മൾ അതിൽ കളക്ട് ചെയ്യുന്നത്. ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കണക്കുകളിൽ എന്ത് വരാം? മിസ്റ്റേക്കുകൾ വരാം, തെറ്റുകുറ്റങ്ങൾ വന്നേക്കാം. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ദെൻ നിങ്ങൾ ഇങ്ങനെ തമ്പിടുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ ചോദിക്കുന്നത്. The indicator must be data which can practically be collected in a reasonable amount of time. The indicator must be data which can practically be collected in a reasonable amount of time. ഇവിടെ എന്താ പറയുന്നത്? നമുക്കൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും ഇത് കളക്ട് ചെയ്യുന്നതിന്. എന്തായിരിക്കും? ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ചെറിയ പീരീഡിനുള്ളിൽ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റണം അല്ലെ. നമ്മള് അതായത് അങ്ങനെ എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അതായത് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സമയം എടുക്കുന്ന സമയത്ത് എന്താണ് അത് ഒരുപാട് ലാഗ് ചെയ്ത് പോകാനുള്ള സാധ്യത. അപ്പൊ അതിനാൽ തന്നെ എന്താണ് ന്യായമായ സമയത്തിൽ നമുക്ക് ഡാറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, ഒരു സ്പെസിഫിക് ടൈം ഉണ്ടായിരിക്കണം. ടൈം പീരീഡിനുള്ളിൽ അത് ചെയ്തു തീർക്കാനും സാധിക്കണം. ഓക്കെ, നമ്മള് നമ്മുടെ വീടുകളിലേക്ക് സെൻസസ് എടുക്കാൻ ആൾക്കാർ വരാറില്ല. പിള്ളേരെ സെൻസസ് എടുക്കാൻ വരില്ലേ? ഞാൻ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 18-ാം തീയതി വരെ ഡേറ്റ് തന്നിരിക്കുന്നത്, ആ ഡേറ്റിനുള്ളിൽ സെൻസസ് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു ടൈം പീരീഡ് കൊടുത്തായിരിക്കും. ആ ടൈം പീരീഡിനുള്ളിൽ അത് ചെയ്തു തീർക്കണം അല്ലെ. യെസ്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അപ്പോ ഇതിനെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ന്യായമായ സമയത്തിനുള്ളിൽ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ടൈം പീരീഡ് ആയിരിക്കും അത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ നമ്മൾ ആ ഡാറ്റാസ് കളക്ട് ചെയ്യണം. Then the analysis of the data must result in a recommendation on which people can make changes to improve health. The analysis of the data must result in recommendation on which people can make change to improve health. ഇത് പറയുന്നത് നമ്മൾ ഈ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്തരം ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിൽ നിന്ന് എടുത്ത് മനസ്സിലാക്കാൻ പറ്റണം നമുക്ക്. ഈ ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ വിശകലനം ചെയ്യും അല്ലെ. ഡാറ്റ അനാലിസിസ് എന്ന് അതിനെ പറയും അല്ലെ. ഈ ഡാറ്റ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് എന്തായിരിക്കണം മനസ്സിലാക്കേണ്ടത്? ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള കാര്യം, അല്ലെങ്കിൽ ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒന്നായിരിക്കണം ആ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റയിൽ പല ഇൻഫോർമേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. പലവിധ ഡാറ്റസ് ആയിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ എന്താണ് അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ട് കണ്ടെത്തേണ്ടത്? ചിലപ്പോ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒക്കെ കളക്ട് ചെയ്തില്ലേ, പലതിലും പല പോരായ്മകൾ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ പോരായ്മ കണ്ടെത്തിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം? അവിടെ മാറ്റം വരാനായിട്ട് നോക്കും. അവിടെ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഡാറ്റാസ് വരേണ്ടത്. നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ വിശകലനം ചെയ്യുന്ന സമയത്ത് അതിൽ മാറ്റം വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം നമ്മൾക്ക് കിട്ടുന്ന ഡാറ്റകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതാ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഹെൽത്ത് മേഖലയിലെ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഫെസിലിറ്റീസും റിസർച്ചും സർവേ ഒക്കെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ലക്ഷ്യം എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യുക എന്നത് മാത്രമാണ് അല്ലെ. അപ്പൊ ഈ ഡാറ്റ അവസാനം നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് പ്രധാന ക്യാരക്ടറിസ്റ്റിക്സിൽ എന്ത് വന്നിരിക്കണം? ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഒരു വിശകലനമായിരിക്കും നമ്മള്. അതായത് ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒന്നായിരിക്കണം എന്ത്? ആ ഡാറ്റാസ് എന്ന് പറയുന്നത്. ആ ഡാറ്റ അനലൈസ് ചെയ്യുന്ന നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോ these are the characteristics കഴിഞ്ഞോ?
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ മേഖലയിലെ എന്താണ് മെഷർ ചെയ്യാൻ ഹെൽത്ത് കെയർ മേഖല മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. അതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. അത് എങ്ങനെയൊക്കെയുള്ളതായിരിക്കണം എന്നാണ് പറഞ്ഞത്. അത് മൊത്തത്തിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് അറിയേണ്ടത്. പിന്നെ എന്താണ്, അതിനൊരു കൃത്യമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ദെൻ പിന്നെ എന്താണ്, നമുക്കൊരു നിശ്ചിത സമയത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ ഇൻഡിക്കേറ്റേഴ്സ് വരേണ്ടത്. ഓക്കെ, യെസ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അപ്പൊ അവിടെ ന്യായമായ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനേഴ്സിൽ ഉൾപ്പെടുത്തുന്ന ചോദ്യങ്ങളില്ലേ, അത് വലിയ വലിയ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ആൾക്കാർക്ക് ഒരുപാട് നേരം ആലോചിച്ചെടുത്ത് ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കണം ആ ഡാറ്റയിൽ കൊടുക്കേണ്ടത്. യെസ്, ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്സ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ എന്താണ്, ഒരു ഫോമിൽ ചിലപ്പോൾ ഒരു 12 ക്വസ്റ്റ്യൻ ഉണ്ടാവായിരിക്കും, ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടാവാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് നിസ്സാര സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എന്താണ് അത് ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു മിനിറ്റ് കൂടി വന്ന ഒരു മിനിറ്റ് എങ്കിലും 2 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ആൾക്കാർ വരുള്ളൂ അല്ലെ. യെസ്, അപ്പൊ എന്താണ്, ആ സ്പെസിഫിക് ടൈമിൽ ഇത്രയും ഡാറ്റാസ് നിങ്ങൾക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യനെയർ വരെ വരേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഡാറ്റ അനാലിസിസിന്റെ ഭാഗമായിട്ട് അവസാനം നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഡിക്കേറ്റർ ആയിരിക്കണം. ഡാറ്റയുടെ വിശകലനം ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള മാറ്റങ്ങൾ വിലയിരുത്താൻ കഴിയുന്ന ഒന്നായിരിക്കണം അതിന്റെ ലാസ്റ്റത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ ആ ഒരു രൂപങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്വഭാവ സവിശേഷത വരേണ്ടത്. ഓക്കെ, മെഷർ ചെയ്യാൻ പറ്റുന്ന ഹെൽത്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂചകങ്ങളായിരിക്കണം നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സുകൾ നിങ്ങൾ പഠിക്കണം, ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇൻഡിക്കേറ്ററിന്റെ സ്വഭാവങ്ങളാണ് പഠിച്ചത് കേട്ടോ. ഈ സൂചകങ്ങളുടെ സ്വഭാവം എങ്ങനെ ഇരിക്കണമെന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, യെസ്. ഇനി ഏതൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇൻഡിക്കേറ്റേഴ്സ്: disease specific mortality, morbidity, disability, determinants of health, biological risk factors, health behaviors, health system, surgical procedures, medication use of health services. നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ ഇൻഡിക്കേറ്ററുകളാണ്, അതിന്റെ സ്വഭാവമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അതിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററുകളുടെ പേരുകളാണത്. അപ്പൊ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് എന്ത്? ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്? മരണനിരക്ക് അല്ലെ. യെസ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണോ ഒരു വർഷത്തിലാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിന്റെ മെഷർമെന്റ് വരുന്നത്? അതിന്റെ ഇക്വേഷൻ എന്താണ്? അതിന്റെ ഫോർമുല എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. യെസ്, നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇനി തുടങ്ങി വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ നാളെ മറന്നു പോയിട്ട് ക്ലാസ് ഉണ്ട് കേട്ടോ. താങ്ക് യു.